ഞാനിവിടെ ഒരു ഏത്തപ്പഴമാണ് എടുത്തത്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു ഏത്തപ്പഴം ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി കാണും. രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു മുറി പൊളന്ന് രണ്ടാക്കിയിട്ടുണ്ട്. ഓരോ പൊളപ്പും രണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാം. ഇനി ഇത് എടുക്കുന്നത് 3 സ്പൂൺ മൈദാമാവാണ്. മൈദാമാവും ഏത്തപ്പഴവും ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ആൾ കൂടുതലുള്ളതനുസരിച്ച് ആവശ്യക്കാരുള്ളതനുസരിച്ചും കൂടുതലെടുക്കാം. ഇതിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യും. നമ്മളെടുത്ത മൈദാമാവ് ഇവിടെ കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് അതുപോലെ കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ പാൻ അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പഴം മൈദാമാവിൽ മുക്കണം. എന്നിട്ട് ബ്രെഡ് പൊടിയിൽ മുക്കാം. ഓരോന്നായിട്ട് മുക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പറക്കി വെച്ച് കൊടുക്കാം. ബ്രെഡിൽ മുക്കിയ പഴം മൈദാമാവിൽ മുക്കിയിട്ട് പിന്നീട് നമ്മളത് ബ്രെഡിൽ മുക്കി. ഇതൊക്കെ ഞാൻ കാണിച്ചതാണ്. ബ്രെഡിൽ മുക്കിയതായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം, കരിയാതിരിക്കാൻ. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ആ പാത്രത്തിലോട്ട് കോരി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ അവിടെ കോരി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴും നമ്മൾ ഈ സ്നാക്കെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ലേശം മൈദാമാവിനകത്ത് ലേശം ഉപ്പിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. നിങ്ങൾക്കിനി വേണമെങ്കിൽ പഞ്ചസാര ഇവിടെ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഇതുപോലെ കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ ആളുള്ളവർക്കും കൂടുതൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.